സാധനം മേടിക്കാൻ പോകും. നാളെ സാമ്പാർ വെക്കണ്ടേ. അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല ചക്ക പൊയ്ക്കാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോ വെക്കാം. വാ, ഞാനും അപ്പൂ ചേട്ടനും ഇതാ നമ്മുടെ രണ്ടാളും കടയിൽ പോകുന്നതാണ്. നമ്മൾ കടയിൽ പോയിട്ട് നാളെ സാധനം മേടിക്കാൻ പോകുന്നത്. ഇവിടെ ഇരുട്ടായതുകൊണ്ട് എന്നെ കാണൂല, വഴി മൊത്തം ഇപ്പോൾ ഒക്കെ വെളിച്ചടിച്ച് തരുന്നുണ്ട് എനിക്ക് ആള്. അപ്പം നമുക്ക് റോഡ് എത്തണം, എന്നിട്ട് അവിടെ നേരെ പോകണം, പോവാം. അപ്പം നമ്മൾ റോഡ് മേലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ച കാർത്തികോട്ടിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇങ്ങോട്ടാവുകൊണ്ട് ഇവിടുന്ന് നമുക്ക് സാധനം വാങ്ങിക്കണം. ഈ കട ഫുൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം എൻ്റെ അമ്മക്കും വല്യമ്മക്കും അപ്പം പിന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്ന അറിയില്ല. ഇന്ന് വോട്ടയുണ്ട്, കുറേ കട കൂട്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ എന്നിട്ട് ഇങ്ങോട്ട് ആൾക്കാരുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ അമ്മക്ക് ഇന്ന് പോകുന്നത് നമ്മുടെ സൗദി വീട്ടിലാണ്. നമുക്ക് വീഡിയോ ഞാൻ കടയിലെത്തി കാണിച്ചു തരാം. ആണ് നമ്മുടെ ആട് സൗകര്യങ്ങൾ. ഇനി ഇവിടുന്ന് സാധനം മേടിക്കേണ്ടേ ഹൈപ്പാണ്. ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയമിക്കുന്നവരാണ്. നമുക്ക് സാധനം മേടിക്കണം. നമ്മുടെ സാധനം മേടിച്ചിട്ട് നമ്മളിവിടുന്ന് പോകുന്നതാണ്. ഇപ്പം വായു പറയുന്നതാണ്. ഇവിടെ ശരി, വായു പറയുന്നത് നമ്മളിവിടുന്നാണ്. ഇപ്പോൾ ഇനി നാളെ ഇഡ്ഡലി സാമ്പാറാണ്. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ സ്ഥിരം ഇവിടുന്ന് സാധനം മേടിക്കൽ. അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് പോകാം, കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ചക്കയും സ്പെഷ്യലെല്ലാം ചക്കപ്പൊയ്ക്കലാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടേ. അപ്പം ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ചക്കപ്പൊയ്ക്ക് ആയില്ല, കുറച്ച് ടൈം എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ചക്ക. ഇനി അമ്മൂമ്മ ഈ ചക്ക എൻ്റെ അകത്തേക്ക് മാറ്റും കുക്കറിൽ. നമ്മൾ ചക്ക കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിലിട്ട് മിക്സാക്കുക വേണ്ടേ. അപ്പോൾ അത് ഇടുന്നതാണ്. ഇപ്പം ഗൈസ് ഇവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നതാണ്. ഇനി മുളക് പൊടി. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ടിത് നമുക്ക് കുക്കറിൽ ഗ്യാസും വെച്ചിട്ട് കുറച്ച് വേവിക്കണം. അപ്പം ഗൈസ്, നമ്മളിതാ ഇത് എല്ലാം സെറ്റാക്കി വെച്ചിന്, മസാലയെല്ലാം വെച്ച്. ഇനി ഇത് കുക്കർ മൂടി നേരെ എന്ത് ചെയ്യുക, ഗ്യാസും വെച്ചിട്ട് 2 വിസിൽ വരെ വേവിക്കണം. ഗൈസ്, നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ അടിപൊളി ചക്ക. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഗൈസ്, ചക്ക നമുക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ലതാണ്, അടിപൊളി ചക്ക. അടിപൊളിയാണ്. മാങ്ങച്ചാറിന് ചക്കയുടെ ടേസ്റ്റ് മിസ്സാകുമ്പോൾ. അപ്പോൾ ഈ ചക്ക നമുക്ക് സ്പോൺസർ ചെയ്ത ലീനമയാണ്. ലീനമായിട്ട് ഒരു വലിയ താങ്ക്സ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ആക്കണം. പിന്നെ